ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പോലീസ് പരിശോധന. വേടന്റെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് തൃക്കാക്കര പോലീസ് പരിശോധന നടത്തിയത്. സെയ്ഫുന്നീസ അലിയാർ നമുക്കൊപ്പം ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സെയ്ഫുന്നീസ, ബലാത്സംഗ പരാതിയാണ് ഉയർന്നിട്ടുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നായിരുന്നല്ലോ പരാതി. അപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ ഈ ഫോണിൽ നിന്ന് ലഭിക്കും എന്ന് പോലീസ് കരുതുന്നുണ്ടോ? തീർച്ചയായും ബിനിൽ, തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ പോലീസ് വേടന്റെ തൃശ്ശൂരിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് വേടന്റെ മൊബൈൽ ഫോൺ തന്നെയാണ്. പല സമയത്തായി വേടനും ഈ പരാതിക്കാരിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിരുന്നു. ഇവർ പലവട്ടം കാണുകയും ബലാത്സംഗം നടക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള പരാതിക്കാരിയുടെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴായി വേടൻ വന്നതിന്റെ ചാറ്റ് ഹിസ്റ്ററിയും അതുകൂടാതെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ, ഗൂഗിൾ പേ വഴി പണം ലഭിച്ചതിന്റെ എല്ലാം തന്നെ തെളിവുകളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ തൃശ്ശൂരിൽ വേടന്റെ വീട്ടിൽ പരിശോധന നടത്തുകയും ഇവിടെ നിന്ന് വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തത്. തൃക്കാക്കര പോലീസാണ് തൃശ്ശൂരിലെത്തി നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വേടനെതിരെ പരാതി വന്ന പിറ്റേ ദിവസം തന്നെയാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജി ഈ മാസം 18ലേക്ക് പരിഗണിക്കാൻ മാറ്റിയതിനിടെയാണ് ദ്രുതഗതിയിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകുന്നതിന് മുമ്പ് തന്നെ വേടന്റെ തൃശ്ശൂരിലെ വീട്ടിലെത്തി ഇപ്പോൾ പോലീസ് തെളിവുകൾ ശേഖരിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇന്നലെയാണ് ഈ തൃശ്ശൂരിലെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തത്. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ പരാതിക്കാരി വിശദമായ മൊഴിയായി തന്നെ തൃക്കാക്കര പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് 2021 വേടൻ ഇവരുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലെത്തി പീഡിപ്പിച്ചു എന്നുള്ളതാണ്, ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഇതും ഒപ്പം തന്നെ 2023 ഓഗസ്റ്റ് വരെ പല സമയങ്ങളിലായി പല സ്ഥലങ്ങളിലായി വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള മൊഴിയുമുണ്ട്. ഇത് കൂടാതെ സാമ്പത്തിക ഇടപാടുകൾ നൽകുകയും സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നുമുള്ള മൊഴിയുമുണ്ട്. ഇതിലെല്ലാം തന്നെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഓക്കെ, ശരി. സെയ്ഫുന്നീസ അലിയാരാണ് വിവരങ്ങളുമായി ചേർന്നത്. ബലാത്സംഗ പരാതിയിലാണ്, ആരോപണത്തിലാണ് ഇപ്പോൾ റാപ്പർ വേടന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്.